ഹായ് നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ടൊമാറ്റോ സോസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ നന്നായി പഴുത്തിട്ടുള്ള 5 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും നന്നായി പഴുത്തിട്ടുള്ള നല്ല വെയിറ്റുള്ള ഈ ഒരു റൗണ്ട് ഷേപ്പിനുള്ള തക്കാളി തന്നെ എടുക്കണം. നല്ല ജ്യൂസി ആയിട്ടുള്ള ടൊമാറ്റോയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കളറിലും നല്ല റിയൽ ടേസ്റ്റിലുമുള്ള ടൊമാറ്റോ സോസ് തയ്യാറാക്കിയെടുക്കാം. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഈ ഒരു കുക്കറിലേക്ക് ഇട്ടെടുക്കാം. നല്ല ജ്യൂസി ആയിട്ടുള്ള ടൊമാറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർക്കണം. ഒരു 4 മീഡിയം സൈസ് വെളുത്തുള്ളി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഒരു 15 കുരുമുളക്, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു ഗ്രാമ്പു, ഇത് രണ്ടും കൂടി പൊടിച്ചത് ഒരല്പം, ഒരു നുള്ളിൽ ഒരു പിഞ്ച് എടുത്തിട്ടുള്ള ഒരല്പം മാത്രം മതി. കറുകപ്പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ സ്മെല്ല് സോസിന് ഒരുപാടായി കഴിഞ്ഞാൽ സോസ് നന്നാവില്ല. അപ്പോൾ ഒരല്പം ഒരു നുള്ളു മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 വിസിൽ വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫാക്കുക. അത് കഴിഞ്ഞ് സ്റ്റീമൊക്കെ ഔട്ടായി കഴിയുമ്പോൾ കുക്കർ ഓപ്പണാക്കി നോക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും തക്കാളി. ഞാനതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനായി ഞാൻ ബ്ലെൻഡറിലേക്ക്, ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം മാറ്റി കൊടുക്കുന്നു. തക്കാളി കുക്ക് ചെയ്യുമ്പോൾ കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു പാത്രത്തിൽ വേവിച്ചാലും മതി. പക്ഷേ നന്നായിട്ട് ടൊമാറ്റോ വെന്ത് കിട്ടണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ ടൊമാറ്റോയും ഇതിലേക്ക് ഇട്ടുകൊടുത്തു. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് അരിച്ചെടുക്കാം, ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു അരിപ്പ എടുത്തു. കുറച്ച് വലിയ ഹോൾസുള്ള അരിപ്പ, ജ്യൂസൊക്കെ അടിക്കുന്ന പോലത്തെ അരിപ്പയിലൂടെ ഇത് നമുക്കെല്ലാം അരിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റിൽ, പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ടൊമാറ്റോ പ്യൂരി ഞാനൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം തന്നെ നമുക്കിത് അരിച്ചെടുക്കാം. ഇതിനി നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അതിനായി ഒരു അടികട്ടിയുള്ള ഒരു കുഴിയുള്ള പാത്രം നോക്കിയെടുക്കണം. ഇല്ലെങ്കിൽ ഇത് കുറുകി വരുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കണം. ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം പഞ്ചസാര ചേർക്കാൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് നല്ല പാകത്തിനുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പും മധുരവും പുളിയൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് സോസ് നല്ല കറക്റ്റ് പാകത്തിനാകത്തുള്ളൂ. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ 5 സ്പൂൺ ചേർക്കണ്ട, ഒരു 3-4 സ്പൂൺ ഇട്ടെടുക്കുക. മധുരം നോക്കിയതിന് ശേഷം വേണം വീണ്ടും ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ. ആദ്യം തന്നെ മധുരം കൂടിപ്പോയാൽ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടി ഞാൻ ചേർത്ത് കൊടുത്തു, മുളക് പൊടി. ഒരു ചെറിയ സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എരിവ് നിങ്ങൾക്ക് ഒട്ടും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇടണ്ട. മുളക് പൊടി ഇട്ടില്ലെങ്കിലും നല്ല കളർ ഉണ്ടാകും, നല്ല പഴുത്ത ടൊമാറ്റോ ആണെങ്കിൽ. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇതൊന്ന് കുറുകി തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം മീഡിയമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് കുറുക്കി എടുക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കാം. പുളി എത്രത്തോളം വേണമെന്ന് നോക്കണം.
അത് കഴിഞ്ഞ് വേണം വിനീഗർ ചേർക്കാൻ. ഒരു ടേസ്റ്റ് നോക്കിയതിന് ശേഷം എത്ര പുളി വേണം എന്ന് നോക്കിയതിന് ശേഷം വിനീഗർ ചേർക്കുക. ഞാനിപ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുന്നു. നിങ്ങൾ ആദ്യം തന്നെ 3 സ്പൂൺ ചേർക്കണ്ട, നോക്കി തക്കാളിക്ക് എത്ര പുളിയുണ്ടോ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഇല്ലാതെ, ജലാംശം ഒട്ടും തന്നെ ഇല്ലാതെ കുറുക്കിയെടുക്കണം. ഇല്ലെങ്കിൽ അധിക ദിവസം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല. ഒരു 3 മുതൽ 4 ആഴ്ച വരെയൊക്കെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടുമില്ലാത്ത ജാറിൽ, ഗ്ലാസ് ജാറിലോട്ട് മാറ്റി ഒരു 3 മുതൽ 4 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചു. അത് കഴിയുമ്പോഴേക്ക് നോക്കുമ്പോൾ, ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴേക്ക് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പമില്ല, നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നല്ല പാകത്തിനായിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കണം. അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.